എവിടെ പോവാ? കടയിൽ പോണു. എന്ത് മേടിക്കാൻ പോവാ? മിഠായി. പുളിമിഠായി. പുളിമിഠായോ? അമ്മയ്ക്ക് തരുമോ? ഇല്ല. തരില്ലേ? ഇല്ല. അപ്പോൾ കേട്ടില്ലേ, പുളിമിഠായി ഇപ്പം തന്നെ ആൾക്ക് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. ഒന്ന് സമാധാനിപ്പിച്ചതിൻ്റെ ഒരു ഇതാണ് നിങ്ങൾ കണ്ടത്. ചേട്ടായി ഇപ്പോൾ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേടിച്ചുകൊണ്ട് വരാൻ പറ്റിയില്ല, അതുകൊണ്ട് വാശിയാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ തന്നെ ഞങ്ങളുടെ കടയിലോട്ട് ഇറങ്ങി നേരെ പോയി. ഈ സാധനം ഇവിടെ കിട്ടുമെന്ന് നമുക്കറിയില്ല, ചില കടയിലൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. പോണ വഴിക്ക് മീനും മേടിച്ചു, പിന്നെ മാങ്ങ കണ്ടപ്പോൾ മാങ്ങയും വേണമെന്ന് പറഞ്ഞാൽ അതും വാശി പിടിച്ച് മാങ്ങയും മേടിപ്പിച്ചിട്ട് ലാസ്റ്റ് ഒരു കട കണ്ടുപിടിച്ച് ഞങ്ങൾ അങ്ങനെ നേരെ ആ കടയിൽ കയറി ഒരു 10 പുളിമിഠായി ചേട്ടനോട് തരാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു കുഞ്ഞു വാവ ഉണ്ടായിരുന്നു കേട്ടോ. ആളെൻ്റെ കയ്യിൽ നിന്ന് പൈസയൊക്കെ മേടിച്ച് ആളുടെ പോക്കറ്റിലേക്ക് വെക്കലായിരുന്നു. ആൾ നല്ല രസമുണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബേബി ആയിരുന്നു കേട്ടോ. അങ്ങനെ പോക്കറ്റിലൊക്കെ ആൾ കൊണ്ടുപോയി വെക്കുന്നുണ്ട് കേട്ടോ പൈസ. അങ്ങനെ അതും മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. നേരെ ലച്ചുവിന് കൊടുത്തപ്പോൾ ലച്ചുവിനില്ലാത്ത സന്തോഷമായിരുന്നു. എന്തോ ഒരു വലിയ സാധനം കൊടുത്ത പോലെയാണ് ലച്ചുവിൻ്റെ സന്തോഷം കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ ഇത് മതി അവൾക്ക് സന്തോഷിക്കാനൊക്കെ ഇത് മതി. കണ്ടില്ലേ, ചിരി കണ്ടില്ല അവളുടെ. അങ്ങനെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. ആൾ ഭയങ്കര ഹാപ്പിയായി. ഇപ്പോൾ പുതിയിൽ ഇതാണ് സാധനം, പുളിമിഠായി എന്നാണ് ഇവിടെ പറയണത്. എല്ലായിടത്തും എങ്ങനെ പറയണമെന്ന് അറിയില്ല. അപ്പോൾ ആൾ തുറന്ന് കാണിച്ച് തന്നെയുണ്ട്. അപ്പോൾ ചിരി കണ്ടില്ലേ ലച്ചുവിൻ്റെ. താഴ്ത്തി വെച്ചപ്പോഴേക്കും ടോമി ഓടി വന്ന്. അപ്പോൾ ഇതാട്ടോ സാധനം, ഇത് മേടിപ്പിക്കാനാണ് ഞങ്ങളിപ്പോൾ പോയത്. അത്രയേ ഉള്ളൂ വീഡിയോ. ബൈ ബൈ.